സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്, സംഖ്യകൾ കൂട്ടുകാരെന്നുള്ള പാഠഭാഗമാണ്. ഇതിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു ടേബിളാണ്. ഇതിൽ ഓരോരോ നമ്പേഴ്സ് നമ്മൾ എഴുതി ചേർക്കണം. ഇവിടെ 1 2 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യെല്ലോയിൽ വരുന്ന അടുത്ത നമ്പർ ഏതാ നമുക്ക് ഗസ് ചെയ്യാൻ കഴിയുമോ? 11 കഴിഞ്ഞാൽ ഏതാവും? 12. അതുപോലെ 12 കഴിഞ്ഞ് 21 20, ഇവിടെ നമുക്ക് താഴെ നോക്കാം 21 22 23. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 11 12 23 34 45 56 ആ ഒരു പാറ്റേണിലാണ് ഇത് പോകുന്നത്. നമുക്ക് ഇങ്ങനൊരു പാറ്റേൺ തന്നാൽ എഴുതി നോക്കാൻ നിൽക്കരുത്, നമുക്ക് ഗസ് ചെയ്യാൻ പറ്റണം. അതിന് ഈ നമ്പേഴ്സ് എവിടേക്കാണ് വരുന്നത് എന്നുള്ളത് നന്നായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ നന്നായി പഠിക്കേണ്ട അടുത്ത ഒരു ആക്ടിവിറ്റിയാണ്, ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ കുറേ സാധനങ്ങളുടെ ഐറ്റംസിൻ്റെ പേര് തന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പ്രൈസ്, അതിൻ്റെ വില വിവര പട്ടികയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ക്രയോൺസ് 25 റുപ്പീസ്, പെൻ ₹20, സ്കെച്ച് പെൻസ് ₹40, നോട്ട്ബുക്സ് ₹60, മാർക്കേഴ്സ് 75, സ്കെയിൽ 25, ബ്രൗൺ പേപ്പർ 25. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളുടെ പേരും അതിൻ്റെ വിലയും നമുക്ക് തന്നിട്ടുണ്ട്. മിൻഹ 100 രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങി. ഈ ടേബിളിലുള്ള സാധനങ്ങളാണ് വാങ്ങിയത്. അപ്പോൾ മിൻഹ ഏതൊക്കെ സാധനങ്ങളായിരിക്കും മേടിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 100 രൂപയ്ക്ക് ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് മേടിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, മിൻഹാസ് ഫാദർ ഹാസ് എ പെൻസിൽ കമ്പനി. മിൻഹയുടെ അച്ഛനൊരു പെൻസിലിൻ്റെ കമ്പനി ഉണ്ട്. 10 പെൻസിൽസ് ആർ ടു ബി പുട്ട് ഇൻ ഈച്ച് പാക്കറ്റ്. ഒരു പാക്കറ്റിൽ 10 പെൻസിൽസാണ് ഇടാൻ പറ്റുന്നത്. അതുപോലെ 10 പാക്കറ്റ്സ് ഇൻ ഈച്ച് ബോക്സ്. ഒരു ബോക്സിൽ 10 പാക്കറ്റും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്, നമ്മൾ നന്നായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഒരു പാക്കറ്റിൽ 10 പെൻസിൽസ്, അത് തമ്മിൽ മാറരുത്. ഒരു ബോക്സിലാണെങ്കിൽ 10 പാക്കറ്റ്സും. അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ പാക്കറ്റ്. ഒരു പാക്കറ്റിൽ എത്ര പെൻസിലുണ്ട്? നമുക്കറിയാം, എത്രയാ? 10. നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇൻ എ ബോക്സ്, അതും നമുക്കിവിടെ ചോദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സിൽ എത്ര പാക്കറ്റ് ഉണ്ട്? അതും 10 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ ബോക്സ്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു പാക്കറ്റിൽ 10 പെൻസിൽ, ഒരു ബോക്സിൽ 10 പാക്കറ്റ്. ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 10 പെൻസിൽസ് ഉള്ള 10 പാക്കറ്റ്. 10 20 30 40 50 60 70 80 90 100. നിങ്ങൾക്ക് ജസ്റ്റ് എണ്ണി നോക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ആൻസറാണിത്. അപ്പോൾ ഒരു ബോക്സിൽ എത്ര പെൻസിൽസ് ഉണ്ടാവും? 100 പെൻസിൽസാണ് ഉണ്ടാവുക. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ പകുതി ആൻസർ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ചോദ്യം നന്നായി വായിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ കുറച്ച് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സിൽ എത്ര പെൻസിൽസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരു ബോക്സിൽ 100 പെൻസിലാണുള്ളത്. അത് ഈ ഒരു കള്ളിയിൽ എഴുതാനുള്ളതാണ്. അടുത്തത് ഇവിടെ 2 ബോക്സസാണ് കൊടുത്തിട്ടുള്ളത്. 2 ബോക്സിലും കൂടി എത്ര ഉണ്ടാവും? 100 കൂട്ടണം 100 എത്രയാ? 200. അടുത്തത് നിങ്ങൾ ഓർമ്മ ഇല്ലാണ്ട് 300 എന്ന് എഴുതി വെക്കാണ്ട് ഈ ബോക്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നോക്കുക. എത്ര ബോക്സ് ഉണ്ട്? 1 2 3 4 5 5 ബോക്സ് ഉണ്ട്. അപ്പോൾ 5 ബോക്സിലും കൂടി എത്ര പെൻസിൽസ് ഉണ്ടാവും? ഒരു ബോക്സിൽ 100 പെൻസിൽസ്. അപ്പോൾ 100 200 300 400 500. 500 എന്നൊക്കെ എഴുതുമ്പോൾ 0 കൂടാനും കുറയാനും ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ 10 ബോക്സിൽ എത്ര പെൻസിൽസ് ഉണ്ടാവും നോക്കാം. ഇതുപോലെ തന്നെ കൗണ്ട് ചെയ്താൽ മതിയാവും. 100 200 300 400 500 600 700 800 900. 10 ബോക്സിലാവുമ്പോൾ 1000 പെൻസിൽസാണ് ഉണ്ടാവുക. നേരത്തെ പറഞ്ഞിരുന്നു പൂജ്യത്തിനൊക്കെ നല്ല വിലയുണ്ട്. അപ്പോൾ 1000ൽ എത്ര പൂജ്യം ഉണ്ടാവും? 3 പൂജ്യമാണ് 1000ൽ ഉണ്ടാവുക. ശ്രദ്ധിക്കണേ. അടുത്ത ക്വസ്റ്റ്യനിൽ മേന്മ സ്റ്റോറിലേക്ക് 1000 പെൻസിൽസാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം മിൻഹയും അവളുടെ അച്ഛനോടെയും 1000 പെൻസിൽസിനെ 2 ബാഗിലാക്കി. 2 ബാഗിലും ഈക്വൽ നമ്പറാണുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു നമ്പറിനെ ഈക്വൽ ആക്കിയിട്ട് 2 എന്നൊക്കെ പറയുമ്പോൾ നേരെ അതിൻ്റെ പകുതി, 1000ൻ്റെ പകുതി എത്രയാ? 500. അപ്പോൾ 2 ബോക്സിലും 500 പെൻസിൽസ് വെച്ചാണ് അവർ പാക്ക് ചെയ്തത്. ഇനി
ഒരു ബാഗിൽ 300ഉം ഒരു ബാഗിൽ 700ഉമായിട്ടാണ് അടുത്തത് പാക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് 100 ബാക്കി എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഒരു ബാഗിൽ 100 എണ്ണമുണ്ട്. ഇനി 1000 ആവാൻ എത്ര എണ്ണം കൂടി നിറയ്ക്കണം? എത്ര എണ്ണ? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഒരു ബാഗിൽ 100 എണ്ണമുണ്ട്. ഇനി എത്ര പെൻസിൽസ് വേണം 1000 ആവണമെങ്കിൽ? ഇനി 900 പെൻസിൽസ് കൂടിയും ആവശ്യമാണ്. അടുത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാനുള്ളതാണ്. 1000 പെൻസിൽസ് ആവണം 2 ബാഗും കൂടിയും കൂട്ടിയാൽ. അത് 200 800 ആവാം, 500 500 ആവാം, 400 600 ആവാം. നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചെഴുതണം. നമ്മളിപ്പോൾ ബാഗിൽ പെൻസിൽസ് നിറയ്ക്കുന്നതിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ നോക്കി. അതുപോലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇതും. 700 ആണ് നമുക്ക് ടോട്ടൽ വരേണ്ടത്. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 300 + 400. വേറെ ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാലാണ് 700 കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം ഏറ്റവും എളുപ്പം 100 വെച്ച് തുടങ്ങാൻ ശ്രമിക്കുക. 100 + 600 എത്രയാ? 700. അതുപോലെ 200 + 500. ഇതുപോലത്തെ സിമ്പിൾ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് 900. 900 കിട്ടാൻ ഏതൊക്കെ നമ്പേഴ്സ് ഉപയോഗിച്ചാണ് കൂട്ടേണ്ടത്? അതുപോലെ 600 കിട്ടാനും ഏതൊക്കെ നമ്പേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തൊരു ആക്ടിവിറ്റിയാണ് എ മിസ്റ്റേക്ക്. ഒരു തെറ്റ് പറ്റിയ ക്വസ്റ്റ്യനാണിത്. അപ്പോൾ തെറ്റ് പറ്റുമ്പോൾ അത് ശരിയാക്കി കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 870 പെൻസിൽസ് ഇവിടെയുണ്ട്. അപ്പോൾ മിൻഹേൻ്റെ അടുത്ത് ഇത് പാക്കറ്റിലാക്കാൻ പറഞ്ഞു. 100ൻ്റെ പാക്കറ്റുകളും 10ൻ്റെ പാക്കറ്റുകളുമാണ് ആക്കേണ്ടത്. മിൻഹ എന്ത് ചെയ്തു? 7 പാക്കറ്റാക്കി 100ൻ്റെത്. 7 പാക്കറ്റ് 100ൻ്റെ എന്ന് പറഞ്ഞാൽ എത്രയായി? 700. അടുത്തത് 8 പാക്കറ്റ് 10ൻ്റെയും. അപ്പോൾ 700 + 80 എത്രയാ? 780 ആണ് ആയുള്ളൂ. ഇനി അപ്പോൾ എത്ര പാക്കറ്റുകൾ കൂടി വേണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു 100 കൂടി നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. 100 കൂടി കൂട്ടിയാൽ 880 ആയി. ഇതൊക്കെ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ 870ൽ നിന്ന് 780 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കുക. 90 ആണ് നിങ്ങൾക്ക് കിട്ടുക. 90 ആവണമെങ്കിൽ 10ൻ്റെ എത്ര പാക്കറ്റ് വേണം? 9 പാക്കറ്റാണ് 10ൻ്റെ വേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് നോട്ട്സ് ഉപയോഗിച്ച് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ നോട്ട്സൊക്കെ കണ്ടാൽ മനസ്സിലാവണം. ഇത് 100ൻ്റെ നോട്ടാണ്. ഇതാണെങ്കിൽ 20ൻ്റെ 50, 100, 20, 50, 10, 200, 5, 500, 2, 1. നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ് മേടിച്ചു എന്ന് വിചാരിക്കുക. നമുക്കവിടെ 300 രൂപയാണ് കൊടുക്കാനുള്ളത്. നമുക്ക് ഈ നോട്ട്സിൽ ഏതൊക്കെ ഉപയോഗിച്ചാണ് 300 ഉണ്ടാക്കാൻ കഴിയുക? ഒരു 200ഉം ഒരു 300ഉം ഉപയോഗിച്ചാൽ 300ആയി. അതുപോലെ തന്നെ 250 കൂടിയാൽ എത്രയായി? 100 രൂപ. അപ്പോൾ 250ഉം 200ഉം ഉപയോഗിച്ചാൽ എത്രയായി? 300 രൂപയായി. അങ്ങനെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഏതാണെന്നുള്ളതും ഒരു സാധനം മേടിക്കുമ്പോൾ എത്ര രൂപ കൊടുക്കണമെന്നുള്ളതും നന്നായി അറിഞ്ഞിരിക്കണം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ അബാക്കസ് സംബന്ധിച്ച ഒരു ക്വസ്റ്റ്യനാണ് പറയുന്നത്. അബാക്കസ് നിങ്ങൾ നന്നായി നോക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. പരീക്ഷയ്ക്ക് വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിലെ ആദ്യത്തെ വര എന്ന് പറയുന്നത് 100ൻ്റെയാണ്. അടുത്തത് 10ൻ്റെയും മൂന്നാമത്തെ വര 1ൻ്റെയുമാണ്. നിങ്ങൾക്കൊരു നമ്പർ തന്നാൽ അതിനെ ഈ അബാക്കസ് ഉപയോഗിച്ച്, അബാക്കസിലെ മുത്തുകൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 1ൻ്റെ വരകൾ എത്ര എണ്ണമുണ്ട്? മുത്തുകൾ എത്ര എണ്ണമുണ്ട്? 3 ഒന്നുകളുണ്ട്. 3 ഒന്നുകൾ ചേർന്നാൽ 3ആയി. അതുപോലെ 10ൻ്റെ എത്ര എണ്ണം ഉണ്ട്? നമുക്കൊന്ന് എണ്ണി വയ്ക്കാമല്ലോ. 1, 2, 3, 4, 5, 6 പത്തുകളുണ്ട്. 6 പത്തുകൾ എന്ന് പറഞ്ഞാൽ 60, 60. 60 + 3 63. അതുപോലെ 100ഓ 1, 2 2 100കളുണ്ട്. 2 100 എന്ന് പറഞ്ഞാൽ 200 200. 200ഉം 60ഉം 3ഉം കൂട്ടിയാൽ എത്രയാ? 263. ഈ അബാക്കസ് നിങ്ങൾ നന്നായി നോക്കേണ്ട ഒരു സാധനമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ 300 ആണ് നമുക്ക് ടോട്ടൽ കിട്ടേണ്ടത്. അതിന് രൂപയുടെ നോട്ടുകൾ ഉപയോഗിച്ച് 3 100 രൂപകൾ ചേർന്നാൽ 300ആയി. 300 റുപ്പീസ്. അപ്പോൾ നിങ്ങളിതിൽ പഠിച്ചു വെക്കേണ്ട ഒരു സാധനം 100ൻ്റെ സ്പെല്ലിംഗ് എന്തായാലും പഠിച്ചു വെക്കണം. 10ൻ്റെയും 20യുടെയും ഒക്കെ സ്പെല്ലിങ് എന്തായാലും പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ്. 3 100 രൂപകൾ ചേർന്നാൽ 300ആയി.
അതുപോലെ എത്ര 10 രൂപകൾ ചേർന്നാലാണ് 300 ആവുക? 25 രൂപകൾ ചേർന്നാൽ എത്രയായി? 100 രൂപയായി. 45 രൂപകൾ ചേർന്നാലോ? 200 രൂപ. 65 രൂപകൾ ചേർന്നാലേ 300 രൂപയാവുള്ളൂ. അതുപോലെ 1 രൂപയുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചു വയ്ക്കുക. അത് ഈസി ആയിട്ട് കിട്ടേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. 300 രൂപയാവാൻ എത്ര 1 രൂപ വേണം? 300 1 രൂപ വേണം. 300 1 rupee. അതുപോലെ 100 രൂപയാവാൻ എത്ര 1 രൂപ വേണം? 100 1 രൂപ വേണം. 100 1 rupee. നിങ്ങൾ ഇത് 100 രൂപയാവാൻ എത്ര 10കൾ വേണം? 20കൾ വേണം, 50കൾ വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. 10 രൂപകൾ ചേർന്നാലേ 100 ആവുള്ളൂ. അതുപോലെ 5 20 രൂപകൾ ചേർന്നാലേ 300ഉം, അതുപോലെ 2 50കൾ ചേർന്നാലേ 100 ആവുള്ളൂ. 25 രൂപകൾ ചേർന്നാലേ 100 ആവുള്ളൂ. അതുപോലെ 100 1 രൂപകൾ ചേർന്നാലേ 100 ആവുള്ളൂ. ഇതൊന്നും നിങ്ങൾ എന്തായാലും കുറിച്ച് വയ്ക്കുക. ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് 100ൽ എത്ര 10 രൂപകളുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ്. 100ലെ അവസാനത്തെ ഒരു 0 വെട്ടിയാൽ എത്രയാ? 10. അങ്ങനെയാണെങ്കിൽ 100ൽ 10 രൂപകളാണ് വരിക. ഇത് ഏത് നമ്പറിലും നമുക്ക് ചെയ്തു നോക്കാം. അവസാനം 0 ഏത് നമ്പറിലും നമുക്ക് ചെയ്തു നോക്കാം. 200ൽ എത്ര പൂജ്യങ്ങളുണ്ട്? 2 പൂജ്യങ്ങളാണുള്ളത്. അതിൽ ഒരു 0 വെട്ടിയാൽ എത്രയാ? 20. അങ്ങനെയാണെങ്കിൽ 200ൽ 20 10 രൂപകളാണ് ഉള്ളത്. അതിൻ്റെ പകുതിയായിരിക്കും 20 രൂപ. 100ൽ എത്ര 10കളുണ്ട്? 10. അങ്ങനെയാണെങ്കിൽ 100ൽ എത്ര 20കൾ ഉണ്ടാവും? 5 20കളാണ് ഉണ്ടാവുക. അതിൻ്റെ ഈ 10ൻ്റെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, അതിൻ്റെ ഇരട്ടി ഡബിൾ ആയിരിക്കും 5 രൂപ. 100ൽ എത്ര 10 രൂപയുണ്ട്? നമ്മൾ കണ്ടുപിടിച്ചു. 10 രൂപയാണുള്ളത്. അതിൻ്റെ ഇരട്ടി എത്രയാ? 20. 5 രൂപകൾ ചേർന്നാലേ 100 രൂപയാവുള്ളൂ. ഇതൊന്നും എല്ലാവരും കുറിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഇത് കണ്ടില്ലേ, നിങ്ങളെല്ലാ ഹൺഡ്രഡ്സിൻ്റെയും സ്പെല്ലിങ് പഠിച്ചു വയ്ക്കുക. 1 മുതൽ 20 വരെയുള്ള സ്പെല്ലിങ് എന്തായാലും പഠിച്ചു വയ്ക്കുക. അതുപോലെ 100 എന്നുള്ളതിൻ്റെ സ്പെല്ലിങ്ങും നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഈ ചാപ്റ്ററിലും പാറ്റേൺസ് വരാൻ സാധ്യതയുണ്ട്. പാറ്റേൺസിൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇത് കൂടുകയാണോ അതോ കുറയുകയാണോ എന്നുള്ളതാണ്. നമുക്കൊരു പാറ്റേൺ ഇവിടെ നോക്കാം. 11, 22, 33, 44. ഇതൊരു ഈസി പാറ്റേൺ ആണ്. ഇത് കൂടുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എത്ര വെച്ചിട്ടാണ് കൂടുന്നത്? ഇത് 11 വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ അടുത്ത നമ്പർ എത്രയായിരിക്കും? 55, 65. ക്ഷമിക്കണം, 44 കഴിഞ്ഞാൽ 55, അത് കഴിഞ്ഞാൽ 66. അങ്ങനെയാണ് ഈ പാറ്റേൺ പോകുന്നത്. നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് നോക്കാം. 150, 250, 350. കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണെന്ന് നമുക്ക് മനസ്സിലായി. എത്ര വെച്ചിട്ടാണ് കൂടുന്നത്? 100 വെച്ചിട്ടാണ് കൂടുന്നത്. ഇപ്പോൾ 200 കഴിഞ്ഞാൽ 300, 350, 450, 550. അങ്ങനെയാണ് പോകുന്നത്. അടുത്ത പാറ്റേണും കൂടുകയാണ്. 100, 101, 103, 106. പക്ഷെ ഇത് ഒരേ നമ്പർ വെച്ചിട്ടാണോ കൂടുന്നത്? അല്ല. അപ്പോൾ നിങ്ങൾ ആദ്യത്തേത് മാത്രം നോക്കിയാൽ പോരാ, രണ്ടാമത്തേത് കൂടിയും നോക്കണം. 100ൻ്റെ കൂടെ 1 കൂടിയാൽ 101 ആയി. 101ൻ്റെ കൂടെ എത്ര കൂടിയാലാണ് 103 ആവുക? 2. അതുപോലെ 103യുടെ കൂടെ 106 ആവണമെങ്കിലോ 3 കൂടണം. അപ്പോൾ അടുത്ത നമ്പർ എത്രയായിരിക്കണം? 4 ആണ് കൂടേണ്ടത്. അങ്ങനെയാണെങ്കിൽ 110 ആയിരിക്കും. അത് കഴിഞ്ഞപ്പോൾ 5 കൂടി 115. അതുപോലെ ഒരു നമ്പർ കുറയാനും ചാൻസ് ഉണ്ട്, കൂടാനും ചാൻസ് ഉണ്ട്. കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത് നിങ്ങൾ ആ പാറ്റേൺ നോക്കി കണ്ടുപിടിക്കണം. ഒരേ നമ്പറാണോ കൂടുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് രണ്ടാമത്തെ നമ്പേഴ്സ് കൂടിയും നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിലപ്പോൾ നിങ്ങൾ നന്നായി നോക്കേണ്ട കാര്യങ്ങൾ 1 മുതൽ 20 വരെയുള്ളതിൻ്റെ സ്പെല്ലിങ്ങും 1 മുതൽ 20 വരെയുള്ളതിൻ്റെ സ്പെല്ലിങ്ങും അതുപോലെ 100ൻ്റെ സ്പെല്ലിങ്ങും നന്നായി പഠിച്ചു വയ്ക്കുക. അതുപോലെ ഒരു ചാർട്ട്, ഒരു പ്രൈസ് ചാർട്ട്, ഒരു വില വിവര പട്ടിക തന്നാൽ അതിൽ ഏതൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാലാണ് 100 രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ കഴിയുക, 200 രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ കഴിയുക എന്നുള്ള ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക. അതുപോലെ പാറ്റേൺസും നന്നായി പഠിക്കുക. പിന്നെ നോട്ട്സാണ് അടുത്തത് വളരെ നന്നായി നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ.